മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് ഏതാണ്ടൊരു 1.5 മാസം മുമ്പ് ശബരിമലയിൽ തൊഴാൻ പോയ ഒരു ഭക്തൻ, സംസാരശേഷിയില്ലാത്ത മൂകനായിട്ടുള്ള ഒരു മധ്യവയസ്കൻ, മല കയറി തൊഴുത് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് സംസാരശേഷി കിട്ടിയെന്ന് വീട്ടുകാർ പറഞ്ഞത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കലാണ് എന്ന് വരുത്താൻ, ഒരുപക്ഷെ അത് അന്ധവിശ്വാസമായിരിക്കാം, അയാൾ നേരത്തെ സംസാരിക്കുന്നവനാവാം, അല്ലെങ്കിൽ പോയി സംസാരിച്ചവനാവാം. രണ്ടായാലും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് അത് ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും ഒക്കെ ചെന്ന് അയാൾക്ക് നേരത്തെ തന്നെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കല്, അല്ലെങ്കിൽ നേരത്തെ തന്നെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം കാണിച്ചു കൊടുക്കാനായിട്ട് പോയിട്ട് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജില് അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് അന്ന് തന്നെ പ്രതികരിക്കുകയുണ്ടായി. വേറൊരു സംഭവം ഉണ്ടായി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ചാനലിൽ വന്നതാണ്. ഏഷ്യാനെറ്റ് ചാനലിലെ ആൾക്കാർ നിഷ്പക്ഷമായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. സംഭവിച്ചത് റാന്നിക്കടുത്ത് ഒരു പള്ളിയില്, ആ പള്ളിയിൽ കണ്ടൊരു ദൃശ്യമായിരുന്നു ഈ ഏഷ്യാനെറ്റിലെ വാർത്തയ്ക്ക് ആധാരമായിട്ട്. ആ പള്ളിക്കടുത്ത് താമസിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ സ്ത്രീ രാത്രി എന്തോ ആവശ്യത്തിന്, മൂത്രമൊഴിക്കാനോ ഏതോ ആവശ്യത്തിന്, ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്ത് വരുമ്പോൾ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരു ഗ്രാമാന്തരീക്ഷമായ സ്ഥിതിക്ക് സാധാരണഗതിയിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് യൂഷ്വലായിട്ട് നടക്കുന്നതുമായിരിക്കാം. അതിൽ പുറത്തേക്ക് ഇറങ്ങിയത് വലിയ വിചിത്രമായിട്ടുള്ള കാര്യവുമല്ല. അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്തുള്ള പള്ളിയുടെ മുകളിലേക്ക് ഇൻസിഡന്റലി നോക്കിയപ്പോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ രൂപം പള്ളിയില് ഇങ്ങനെ മുകളില് വെച്ചിരിക്കുന്നതിലേക്ക് നോക്കിയപ്പോ അവര് കണ്ടത് യേശുക്രിസ്തുവിന്റെ വയറ്റില് കന്യാമറിയത്തിന്റെ രൂപം കാണുന്നു. യേശുക്രിസ്തുവിന്റെ വയറ്റില് കന്യാമറിയത്തിന്റെ രൂപം കണ്ടത് അവര് നിലവിളിച്ചുകൊണ്ട് വീട്ടിനകത്തി എന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ക്രിസ്തുദേവന്റെ വയറ്റില് കന്യാമറിയത്തിന്റെ രൂപം കണ്ടു എന്ന്. ആ വീട്ടുകാർ നോക്കിയപ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും കാണാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് ഏഷ്യാനെറ്റ് ടിവിയിൽ പറയുന്നില്ല. ഈ വാർത്ത അപ്പ തന്നെ പള്ളിയിലെ കപ്പ്യാരെ അറിയിച്ചു, പാതിരിയെ അറിയിച്ചു. കപ്പ്യാരും പാതിരിയും രണ്ടും ഒന്നാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും കപ്പ്യാരും പാതിരിയും അത് ജനങ്ങളെ അറിയിച്ചു. രാവിലെ 5 മണിയോടുകൂടി അത് ഗ്രാമത്തിൽ മുഴുവനും പ്രചരിച്ചു. അത്ഭുതകരമായ വസ്തുത, ഈ പള്ളിയിലേക്ക് തൃശ്ശൂരിൽ നിന്ന്, റാന്നിയിലുള്ള പള്ളിയിലേക്ക് തൃശ്ശൂരിൽ നിന്ന്, പ്രത്യേകിച്ചും കുന്നംകുളം ഏരിയയിൽ നിന്ന് നൂറുകണക്കിന് വ്യക്തികൾ ബസ് പിടിച്ചു വരാൻ തുടങ്ങി. പ്രവാഹം. ഏഷ്യാനെറ്റുകാര് പലരെയും ഇന്റർവ്യൂ നടത്തി, കപ്പ്യാരെയും പാതിരിയെയും ഇന്റർവ്യൂ നടത്തി. കപ്പ്യാര് പറഞ്ഞത് ഞാൻ കേട്ടു, നേരിട്ട് കേട്ടു ടിവിയിലൂടെ. അവിടെ നടക്കുന്നത് ഞാൻ ടിവിയിലൂടെ നേരിട്ട് കണ്ടു, വേറൊരാളെന്നോട് പറഞ്ഞതല്ല. കപ്പ്യാര് പറയുന്നു ഇത് സംഭവിച്ചുകൂടുന്നില്ല. അത്രയും ശക്തിയുള്ള ദൈവപുത്രന്റെ ഈ ഒരു പ്രദർശനം, ജനങ്ങൾക്ക് ദർശനം കിട്ടിയത് വളരെ ധന്യമായിട്ടുള്ള ഒരു അനുഭവം ആയിക്കൂടുന്നില്ല. മാത്രമല്ല, ഈ ദർശനം കിട്ടിയ മറിയക്കുട്ടി എന്ന ആ സ്ത്രീ കുറേ കാലമായിട്ട് ഉപവാസത്തില് വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന സ്ത്രീയാണ്. ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ കുറേ പേരുടെ ഇന്റർവ്യൂ നടത്തി. യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും വേണ്ടിയില്ല. പതിവായിട്ട് ക്രിസ്ത്യാനികളുടെ കാര്യവും മുസ്ലിങ്ങളുടെ കാര്യമാണെങ്കിൽ അവരൊന്നും പറയാറില്ലല്ലോ. ഹിന്ദുക്കളുടെ കാര്യമാണെങ്കിൽ മാത്രമല്ലേ ഇന്റർവ്യൂ നടത്താൻ ഒരു പട പോയിട്ട് അതൊക്കെ തെറ്റാണെന്ന് പറയാറുള്ളൂ. ഇപ്പോ എന്നോട് ഫോൺ വിളിച്ച് ഏഷ്യാനെറ്റുകാർ ചോദിച്ചു, സാറിന് ഇതിന്റെ അഭിപ്രായം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കന്യാമറിയത്തിന്റെ ഗർഭത്തിൽ യേശുക്രിസ്തുവിനെ കാണുന്നു എന്നല്ലേ. ഇതിങ്ങനെ യേശുക്രിസ്തുവിന്റെ ഗർഭത്തിൽ കന്യാമറിയത്തെ കാണുന്നത് എന്നുള്ളതിൽ അത്ഭുതം തോന്നുന്നു. യേശുക്രിസ്തുവിന്റെ വയറ്റിൽ എങ്ങനെയാ കന്യാമറിയത്തെ കാണാം?
അത് ബൈബിളിന്റെ ധാരണയ്ക്ക് തെറ്റല്ലേ? ഇതുവരെയും ഇവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കന്യാമറിയത്തിൽ ദൈവം ഗർഭമുണ്ടാക്കി മനുഷ്യന്റെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഈ കന്യാമറിയം ചുമന്ന് പ്രസവിച്ചു എന്നെല്ലാമാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പൊ ഈ മറിയക്കുട്ടി കണ്ടതനുസരിച്ചിട്ട് മറിച്ചാണല്ലോ സംഭവിക്കേണ്ടത്. അപ്പൊ ബൈബിള് തിരുത്തേണ്ടി വരുമല്ലോ. യേശു ക്രിസ്തുവിന്റെ ഗർഭത്തിലാണ് കന്യാമറിയത്തെ കണ്ടതെന്ന് പറയുമ്പോ ഏതാണ്ട് ആ വരി ഏഷ്യാനെറ്റിലൂടെ നന്നായിട്ട് പ്രചരിച്ചതോടുകൂടി ഈ പള്ളിയിലേക്ക് ആൾക്കാർ വരലും നിർത്തി. പിന്നെ അതിനെക്കുറിച്ച് കപ്പ്യാരും പാതിരിയും പറയുന്നത് നിർത്തി. മറിയക്കുട്ടിക്കും രാത്രി സ്വപ്നത്തിൽ കണ്ടതാണെന്നുള്ളൊരു തോന്നൽ തന്നെത്താനെ ഉണ്ടായി. നാട്ടുകാര് ഏതാണ്ട് ആ ധാരണയെ അങ്ങ് പുച്ഛിച്ച് തള്ളുന്ന ലെവലിലേക്ക് എത്തി. എന്തെങ്കിലും കണ്ടു, എന്തെങ്കിലും കേട്ടു, പാതിരാത്രിക്ക് ഉറക്കത്തിന്റെ മൂടിലെന്ന് പറയുന്നത് പോലും വലിയ ഒരു അത്ഭുതമായിട്ട് എടുത്ത് മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ പാതിരിക്കും കപ്പ്യാർക്കും ഒന്ന് ചിന്തിച്ചൂടെ? മകന്റെ വയറ്റിൽ അമ്മയുടെ ചിത്രം വരില്ല എന്ന സാമാന്യ സെൻസ്. ഏതായാലും ഇങ്ങനെയുള്ള ധാരാളം കഥകള്. ഇതുപോലെ അടൂരില് വേറൊരു കഥ നടന്നു. ഒരു വീട്ടില് അപ്പം ചുടുമ്പോ അതിൽ നിന്ന് ചോര. എന്താ ആൾക്കാരുടെ പ്രവാഹം! അത് യേശുക്രിസ്തുവിന്റെ ചോരയാണ്, അത് ദിവ്യമായ അപ്പമാണെന്നും പറഞ്ഞ് ആ പ്രദേശത്തേക്ക് വന്നു ചേർന്ന ആൾക്കാരുടെ എണ്ണത്തിനൊരു കണക്കില്ല. പിന്നെയാ മനസ്സിലായത്, അപ്പം ഉണ്ടാക്കാൻ പൊട്ടിച്ചൊഴിച്ച കോഴിമുട്ടയ്ക്കകത്ത് ജീവനുള്ള ചെറിയ കോഴിക്കുഞ്ഞിന്റെ എംബ്രിയോ ചൂടായപ്പോൾ അതിൽ നിന്ന് വന്ന ചോരയാണത്. അപ്പോ ഫെർട്ടിലൈസ്ഡ് എഗ്ഗായിരുന്നു അത്. അതിലൊരു 6ാമത്തെ 7ാമത്തെ ദിവസമൊക്കെ ആയാല് എംബ്രിയോ വളരും. 18.5 ദിവസം 19 ദിവസമാണ് ശരിക്കും ഒരു കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരാൻ. കൂടി വന്നാൽ 20 ദിവസം. അപ്പൊ ഒരു 6 ദിവസമൊക്കെ ആയാലും കോഴിമുട്ടയിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എംബ്രിയോ കാണില്ല. പക്ഷെ എംബ്രിയോ ഉണ്ട്. ആ എംബ്രിയോ പൊട്ടി ചോര വന്നത് യേശുക്രിസ്തുവിന്റെ ചോരയാണെന്നും പറഞ്ഞ ആ വീട്ടില് മുഴുവനും ദിവ്യ സാന്നിധ്യം. അപ്പത്തില് ഇസ്രായേലിൽ കുരിശിൽ മരിച്ച യേശുദേവന്റെ രക്തം അടൂരിലെ വീട്ടിലെ അപ്പക്കാരയ്ക്കകത്ത് വന്നു എന്നൊക്കെ പറയുമ്പോ ഇവരൊക്കെ വിശ്വസിക്കുന്നു. ഈ തനി അന്ധവിശ്വാസത്തെ ന്യായീകരിച്ചുകൊണ്ട് അവരും പാതിരിയും അച്ഛനും എല്ലാം കിടന്ന് ഒച്ചയെടുക്കുന്നു. അതിനെതിരെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ ഒരക്ഷരവും ഉണ്ടാവില്ല. അതാണ് സത്യം. പ്രണാമം. നമസ്കാരം.